സംസ്ഥാനത്താകെ ലോഡ്ജുകളിൽ എക്സൈസിന്റെ മിന്നൽ പരിശോധന. ഓപ്പറേഷൻ ഹൈഡ് ഔട്ട് പരിശോധനയിൽ 93 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ലോഡ്ജുകൾ കേന്ദ്രീകരിച്ച് ലഹരിമരുന്ന് ഇടപാടുകൾ നടക്കുന്നുണ്ടെന്ന വിവരത്തെ തുടർന്നാണ് പരിശോധന. ഗോപാൽ ശീലസനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഗോപാൽ, എത്ര ലോഡ്ജുകളിൽ പരിശോധന നടത്തിയിട്ടുണ്ട്? ഈ ലഹരി വസ്തുക്കൾ എത്രത്തോളം കണ്ടെടുക്കാനായി? വിനിത, ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ പുതിയൊരു പരിശോധന എന്ന രീതിയിൽ ഓപ്പറേഷൻ ഹൈഡ് ഔട്ട് എന്ന രീതിയിൽ ഒരു ദിവസം ഒരു പരിശോധന നടത്തുന്നത്. ഇന്നലെ വൈകുന്നേരം 6 മുതൽ ഇന്നലെ അർദ്ധരാത്രി വരെയാണ് സംസ്ഥാനത്ത് ഉടനീളം വിവിധ ലോഡ്ജുകളിൽ പരിശോധന നടത്തിയത്. മുൻകൂട്ടി ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ 176 ലോഡ്ജുകളിലാണ് ഇത്തരത്തിൽ പരിശോധന നടത്തിയത്. പരിശോധന നടത്താനുള്ള കാരണം വിവിധ ലോഡ്ജുകൾ കേന്ദ്രീകരിച്ച ലഹരി വസ്തുക്കളുടെ ഇടപാടുകളും ലഹരി വസ്തുക്കളുടെ ഒളിപ്പിക്കലും അടക്കം നടക്കുന്നു. അത് സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഇടത്താവളങ്ങളായി ലോഡ്ജിനെ ഉപയോഗിക്കുന്നു എന്ന വിവരം എക്സൈസ് കമ്മീഷണർക്ക് ലഭിച്ച അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു മിന്നൽ പരിശോധന നടക്കുന്നത്. ഈ മിന്നൽ പരിശോധനയിൽ 93 കേസുകളാണ്, 79 കോട്ട്പ കേസുകളും 19 NDPS കേസുകളും അടക്കം 93 കേസുകളാണ് ആകെ മൊത്തം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മെത്താംഫെറ്റമിൻ, MDMA, കഞ്ചാവ്, മറ്റ് പുകയില, പാൻപരാഗ് ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് കൂടുതലായും ഈ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഈ പരിശോധനയിൽ നിന്ന് ലഭിച്ച വിവരപ്രകാരം ഇവർക്ക് ഈ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന മറ്റ് കണ്ണികളെയും ഇതിന്റെ പ്രധാനപ്പെട്ട ബുദ്ധി കേന്ദ്രങ്ങളെയും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം കൂടി ഉണ്ടാകുമെന്ന് എക്സൈസ് കമ്മീഷണർ ഇതിനോടകം തന്നെ അറിയിച്ചു. ശരി, ഗോപാൽ ശീലസനാണ് വിശദാംശങ്ങൾ നൽകിയത്.